20 മണിക്കൂറിലധികമാണ് ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലത്തിന്റെ ഓഫീസിൽ ഇഡി പരിശോധന നടത്തിയത്. ഇന്നു പുലർച്ചെ 5 മണിയോടെ അവസാനിച്ച റെയ്ഡിൽ നിർണായക രേഖകളും 1.5 കോടി രൂപയും പിടിച്ചെടുത്തു. സ്ഥാപനം ചട്ടം ലംഘിച്ച് 593 കോടി രൂപ പ്രവാസികളിൽ നിന്നും സമാഹരിച്ചെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഒരു തരത്തിലുള്ള അനുമതിയും ഇല്ലാതെയാണ് ഇത് ചെയ്തത്. പണമായി 371 കോടിയോളം രൂപയും ചെക്ക് വഴി 220 കോടിയോളം രൂപയുമാണ് ചിട്ടി ഇനത്തിൽ വാങ്ങിയത്. ഇതുകൂടാതെ പണം തിരിച്ച് വിദേശത്തേക്കും കൈമാറി. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെയും അതിനൊപ്പം റിസർവ് ബാങ്കിന്റെ വ്യവസ്ഥകളുടെയും ലംഘനമാണ് ഗോകുലം ചിറ്റ്സ് നടത്തിയതെന്നും ഇഡി പറയുന്നു. പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്ന് ഗോകുലം ചിറ്റ്സിന് ഇഡി നിർദ്ദേശം നൽകി. രൂപയ്ക്ക് കണക്കുകളുണ്ടെന്ന് ഗോകുലം ഗ്രൂപ്പ് ഇഡിയെ അറിയിച്ചതായാണ് വിവരം. ഗോകുലം ഗോപാലിനെ ചെന്നൈയിലെത്തിച്ച് രേഖകൾ സഹിതം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇഡി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ചട്ടലംഘനത്തിലൂടെ വിദേശത്ത് നിന്നടക്കം സമാഹരിച്ച പണം എവിടെയൊക്കെ നിക്ഷേപിച്ചുവെന്നും പരിശോധിച്ചു വരികയാണ്. 2022 ഇഡി രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണം. ഇതാദ്യമായല്ല കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ ഗോകുലം ഗ്രൂപ്പ് പെടുന്നത്. 2017 ആദായനികുതി വകുപ്പ് സ്ഥാപനത്തിൽ വ്യാപക പരിശോധന നടത്തിയിരുന്നു. എന്നാൽ യാതൊരു ക്രമക്കേടുകളും കണ്ടെത്തിയില്ല എന്നാണ് ഗോകുലം ഗോപാലൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. എമ്പുരാൻ സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ടാണോ പരിശോധന എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയതുമില്ല. എന്നാൽ വിവാദങ്ങളുമായി റെയ്ഡിന് ബന്ധമില്ല എന്നാണ് ഇഡിയുടെ വിശദീകരണം. നേരത്തെയുള്ള കേസിന്റെ സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണെന്നാണ് അവർ വ്യക്തമാക്കിയത്. എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട അലയൊലികൾ കെട്ടടങ്ങിയിട്ടില്ല. ഇതിനിടെ ഗോകുലം ഗോപാലിനെതിരെയുള്ള പഴയ കേസിൽ ഇഡി തുടർ നടപടികൾ സജീവമാക്കുമ്പോൾ അതിന് കൽപ്പിക്കപ്പെടുന്ന മാനം ഏറെയാണ്. വരും ദിവസങ്ങളിൽ ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇഡി നീക്കം. ചെന്നൈയിൽ നിന്ന് റിപ്പോർട്ടർ ശ്രീധരനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.